എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൽപ്പം ധനകാര്യമാവാം. ഇന്നിപ്പോൾ ക്രിപ്റ്റോ കറൻസി പോർട്ട്ഫോളിയോയുടെ കാലം. ഈ ക്രിപ്റ്റോ കറൻസികൾക്ക് ശരിക്കും ഇന്ന് നിലവിലുള്ള കറൻസി സമ്പ്രദായത്തെ തച്ചുടച്ച് പുതിയൊരു എക്കണോമിക് സോണിലോട്ട്, എക്കണോമിക് ഏജിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുമോ? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കപ്പോൾ പണത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. നമ്മൾ പറയാറുണ്ട്, പണത്തിന് വാല്യൂ അത് നിർമ്മിക്കുന്ന മെറ്റീരിയലല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കാണ് പണത്തിന് വാല്യൂ. അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ആവശ്യങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഈ ലോകത്തെ ട്രേഡിംഗ് സിസ്റ്റം നിലനിൽക്കുന്നത്. അപ്പോൾ നിലവിലുള്ള കറൻസി സിസ്റ്റത്തിന് തലതൊട്ടപ്പനായി കരുതുന്ന ബാർട്ടർ സിസ്റ്റം, അതിനു മുന്നേ ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നു. അവനും ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അവനും ആവശ്യങ്ങളുണ്ടായിരുന്നു. ഞാനീ പറയുന്ന കാലഘട്ടം മനുഷ്യൻ തീർത്തും മൃഗതുല്യമായ ഒരു അവസ്ഥയിൽ നിന്ന് വന്ന് ഈ ബാർട്ടർ സിസ്റ്റമൊക്കെ പരിണമിക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. അതായത് മനുഷ്യൻ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് തങ്ങളുടെ സർപ്ലസായി വരുന്ന ഭക്ഷണ സാമഗ്രികൾ സ്റ്റോർ ചെയ്ത് വെച്ചു തുടങ്ങുന്ന ആ കാലം. അവിടെ നിന്നും തന്നെയാവാമല്ലോ മനുഷ്യന് ആഗ്രഹങ്ങൾ തുടങ്ങുന്നത്. ആവശ്യം മനുഷ്യൻ്റെ കൂടപ്പിറപ്പ്. അപ്പോൾ അന്ന് ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുക എന്നൊരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബലപ്രയോഗത്തിൽ കുറച്ചുപേർ കൂട്ടമായി ചേർന്നപ്പോൾ മറുഭാഗത്തെ ദുർബലർ അവരുടെ ഒരു റിസോഴ്സായി മാറ്റപ്പെട്ടു. പിന്നീട് ഈ ദുർബലർക്കിടയിൽ നിന്നും തന്നെ വന്ന പ്രതിരോധമോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം എന്ന പേരിൽ കൂടിയ കുറേ ശക്തരോ ഒക്കെ ആയപ്പോൾ ഇരു കൂട്ടരും തുല്യ ശക്തികളായി മാറുന്നു. അപ്പോഴാണ് ശരിക്കും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പോലും ആവശ്യം വരുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നുമാവാം ബാർട്ടർ സിസ്റ്റം ഉടലെടുത്തത്. എന്തു തന്നെയായാലും അച്ചടക്കമുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം മനുഷ്യൻ്റെ കേപ്പബിലിറ്റി കൂട്ടി എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ട്രൈബൽ ക്ലാനുകൾ ചെറിയ രാജ്യങ്ങളായി മാറുന്നു. രാജ്യത്തെ രാജമുദ്രയോടുകൂടി ചെറിയ ലോഹത്തുട്ടുകൾ, ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റത്തെ മാറ്റി ഒരു പുതിയ സിസ്റ്റം വരുന്നു, ഒരു കോയിൻ സിസ്റ്റം നിലവിൽ വരുന്നു. അങ്ങനെ അന്നത്തെ രാജാക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മത്സരവും ഡിപ്ലോമസിയും ഒക്കെ കൊണ്ട് സാമ്രാജ്യത്വം നിലവിൽ വരുന്നു. സാമ്രാജ്യത്തിനകത്ത് ആ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളുടെ എല്ലാ കോയിനുകളും ട്രേഡിങ്ങിന് ഉപയോഗിക്കാമെന്ന നിലയിലെത്തുന്നു. അങ്ങനെ വളർന്നു പന്തലിച്ച് ലോകം മൊത്തം വ്യാപിക്കുന്ന ട്രേഡിംഗ്, അവിടെയാണ് പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് പണത്തിൻ്റെ രൂപത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വേൾഡ് വൈഡായി ഒരു കോമൺ മോണിറ്ററി സിസ്റ്റം നിലവിൽ വരുന്നു. കമോഡിറ്റി ബേസിൽ അങ്ങനെ നിലവിൽ വന്ന അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗോൾഡും സിൽവറുമായി മാറുന്നു. അങ്ങനെ ആധുനിക രാഷ്ട്ര നിർമ്മാണം തുടങ്ങിയപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല മോണിറ്ററി യൂണിയനുകൾ നിലവിൽ വരുന്നു. ഈ യൂണിയനുകൾ മറ്റു രാജ്യങ്ങളുടെ കറൻസി ഗോൾഡ് സ്റ്റാൻഡേർഡായി സ്വീകരിക്കുക കൂടി ചെയ്തു തുടങ്ങിയതുകൂടി ഗ്ലോബലൈസേഷൻ്റെ ആദ്യഘട്ടം നിലവിൽ വരുന്നു. ഇത് ഒന്നാം ലോക മഹായുദ്ധം വരെ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തെ തകർന്ന് തരിപ്പണമായ നമ്മുടെ എക്കണോമി അതിനെ കൈപിടിച്ചുയർത്തിയതാവട്ടെ ആ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയ അമേരിക്ക എന്ന രാജ്യം. 1944 അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സ് എന്ന സ്ഥലത്ത് 44 രാജ്യങ്ങളുടെ പ്രതിനിധികൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുന്നു. അതോടുകൂടി ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം നിലവിൽ വരുന്നു. അങ്ങനെ അവിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ IMFഉം വേൾഡ് ബാങ്കുമൊക്കെ പിറവിയെടുക്കുന്നു. ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം പറഞ്ഞ ആ ഗോൾഡ് ഡോളർ എക്സ്ചേഞ്ച് US ഡോളറിനെ ലോക കറൻസിയായി മാറ്റുന്നു. 1971 അമേരിക്ക വ്യാപാര കമ്മി നേരിട്ടതോടെ ബ്രിട്ടൻ വുഡ്സ് സമ്പ്രദായത്തിന് അന്നത്തെ പ്രസിഡന്റ് നിക്സൺ അന്ത്യം കുറിച്ചു. തുടർന്ന് രാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള വിശ്വാസ്യതക്കുറവും അതുവരെ ഉണ്ടായിരുന്ന ഡോളർ റിസർവിൽ നിന്നും ഗോൾഡിലേക്ക് മാറാനുള്ള മത്സരവും ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്തു. പിന്നീട് 1973 വാഷിങ്ടൺ സമവായത്തിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന മോണിറ്ററി സിസ്റ്റം പിന്തുടർന്നു വരുന്നു. ഇതിനു മുന്നിലുള്ള എല്ലാത്തിൻ്റെ ഒരു മിശ്രിതവും ഒരുവിധം ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഥവാ BOP ഒക്കെ കണക്കാക്കി
ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറൻസി വാല്യൂ ഉള്ളൊരു സിസ്റ്റമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ടോക്കൺ മണിയുടെ ചരിത്രമെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പണം എന്നാൽ തൻ്റെ മടിശീലയിൽ നിന്നെടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു എക്സ്ചേഞ്ചിങ് ഉപാധിയാണ്. ഇന്ന് പേപ്പർ മണി പേപ്പർലെസ് ആയപ്പോൾ കുറച്ചുകൂടി സൗകര്യവും സുരക്ഷയുമൊക്കെ ഉറപ്പായി. അപ്പോൾ പണത്തെ ഇന്ന് കാണുന്ന ഈ രൂപത്തിലെത്തിച്ച ചങ്ങലയിലെ ആദ്യ കണ്ണിയിൽ നിൽക്കുന്നവർ സ്വപ്നം പോലും കാണാത്തത്ര മാറ്റമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ ഒരുപക്ഷെ പുതിയ ഡിജിറ്റൽ കറൻസികളായ ക്രിപ്റ്റോ കറൻസികൾ ഫ്യൂച്ചർ കറൻസിയായി മാറുമോ, അത് തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ശരിക്കും ഭൂരിഭാഗം ആളുകളും. എന്തായാലും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി കൊണ്ട് ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള കറൻസിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ക്രിപ്റ്റോ കറൻസി ഒരിക്കലും എത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു ബിറ്റ് കോയിൻ എത്ര സ്പ്ലിറ്റുകളിലൂടെ ഒരു യൂണിറ്റായി മാറണം ഇങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് എത്തണമെങ്കിൽ? അഥവാ അതൊരു യൂണിറ്റ് ആവുന്നില്ലെങ്കിൽ അതൊരു സെക്കൻഡറി കോയിനായിട്ട് എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ ഇന്നും ക്രിപ്റ്റോ കറൻസിക്ക് നേരെ മുഖം തിരിച്ച് നിൽക്കുന്ന ചൈന. ഇനി ഓരോ രാജ്യങ്ങളും അവരവരുടെ സെൻട്രൽ ബാങ്ക് ബേസ് ചെയ്ത് ഓരോ പുതിയ ക്രിപ്റ്റോ കറൻസിയും കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒരുപാട് വ്യതിചലിക്കും. നമ്മൾ ഈ പറയുന്ന ബുൾ മാർക്കറ്റും ബിയർ മാർക്കറ്റുമൊക്കെ ഒരു രാത്രി കൊണ്ട് ഒന്നുമല്ലാതെയാവും. ഈ ഒരു അൺസ്റ്റെബിലിറ്റി അതിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വാദം. എന്തായാലും ഒരു കോയിൻ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മളുടെ കൂടെ തന്നെ കാണും. സ്വതന്ത്രമായ ചിന്തയും തീരുമാനങ്ങളും എല്ലാം ഒരു വ്യക്തിയുടെ അവകാശമാണ്. ക്രിപ്റ്റോ കോയിനുകളിലുള്ള ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഒന്നും അരുതെന്ന് പറയാൻ ഞാനും ആരുമല്ല. ഒരു സാധാരണക്കാരൻ്റെ തത്വചിന്ത മാത്രം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.